ചിലപ്പോൾ കയ്യൂക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇലക്ഷനിൽ ജയിച്ചിട്ടുള്ള ഊക്കാവും ചിലപ്പോൾ, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ അങ്ങനെ സൈനികമായിട്ടുള്ള ഊക്കായിരിക്കില്ല. അധികാരം ശക്തി കയ്യിൽ വന്നാൽ അവനാണ് തോന്നിയത് ചെയ്യാൻ തന്നെ അതുതന്നെയാണ് നടക്കുന്നത്. അതിനുള്ള ചികിത്സ ചെയ്യേണ്ടത്. അത് ഇപ്പോൾ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തോന്നുന്നത് നടപ്പിലാക്കാൻ. ബി ജെ പിക്കാർക്ക് അധികാരം കിട്ടേണ്ടി വരുന്നത് അവർക്ക് തോന്നുന്നത് നടപ്പിലാക്കാനല്ലേ. അപ്പോൾ ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രം എന്താ, RSSന്റെ പ്രത്യയശാസ്ത്രം എന്താ, ആ RSSന്റെ ബി ജെ പിന്റെ പ്രത്യയശാസ്ത്രത്തിൽ എന്താണെന്ന് വെച്ചാൽ അവർ നടപ്പിലാക്കുക. ഗോൾവാൾക്കറിന്റെ വിചാരധാരങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഭാരതത്തിൽ ന്യൂനപക്ഷം എന്ന സങ്കല്പം തന്നെയല്ല, ന്യൂനപക്ഷം എന്ന സങ്കല്പം തന്നെയല്ല ഭാരതത്തിൽ. ഇതാണ് ഗോൾവാൾക്കർ. ആ വിചാരധാരയും വായിച്ചിട്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത്. അത് വായിച്ചിട്ട് തന്നെയല്ല ബി ജെ പി നേതാക്കന്മാരൊക്കെ വളർന്നത്, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, നിലനിർത്തുന്നതൊക്കെ. ശരിക്കും RSSൽ കൂടി വളർന്ന ആളാണ് നരേന്ദ്രമോദി. എൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമുണ്ട്, ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ട് ഇങ്ങനെ എന്താ ഇയാളൊന്നും ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ പിന്നെ യഥാർത്ഥത്തിൽ അവർക്ക് അധികാരം കിട്ടുന്നത് അവർ വിചാരിച്ച് നടപ്പിലാക്കാൻ. ആ ബി ജെ പിക്ക് വല്ലാത്ത ഭൂരിപക്ഷം കിട്ടിയ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ രാഷ്ട്രീയ ശക്തി കൂടിയിരിക്കുന്നത്. ആ രാഷ്ട്രീയ ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വിചാരിച്ചതൊക്കെ അവർ ചെയ്യാനുള്ളതാണ്. അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ അവരെ വേദങ്ങളും അവരെ പ്രത്യയശാസ്ത്രം, അവരെ പിന്നെ മനുസ്മൃതി തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ട് അതിന് വേണം ബി ജെ പി മനസ്സിലാക്കാൻ. നമ്മൾ ബി ജെ പി നേതൃത്വത്തെയും ബി ജെ പിയുടെ ഭരണത്തെയൊക്കെ മനസ്സിലാക്കാൻ മനുസ്മൃതിയൊക്കെ വായിച്ചു നോക്കണം, അല്ലെങ്കിൽ മനസ്സിലാവില്ല. അതുപോലെ വിചാരധാര വായിച്ചു നോക്കണം, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ശ്രീ അരബിന്ദോന്റെ പുസ്തകങ്ങളൊക്കെ മനസ്സിലാക്കണം. ആരാ അരബിന്ദോ? ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയല്ലേ. ബി ജെ പിക്ക് വളരെ സ്വന്തമായിട്ട് ഭരണം കുറച്ചു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി ഉണ്ടാവില്ല. ഇപ്പോൾ മഹാത്മാഗാന്ധിയെ വിമർശിച്ചു കണ്ട് പട്ടേലില്ലാതെ ഗാന്ധി എന്നൊക്കെ ചോദിക്കാൻ നിൽക്കണല്ലോ. പട്ടേലില്ലാതെ ഗാന്ധിയും ചോദിക്കാം. ആ ചോദ്യം ഇനി മുന്നോട്ട് പോയി മഹാത്മാഗാന്ധി ഉണ്ടാവില്ല പിന്നെ. കാരണം ശ്രീ അരബിന്ദോ രാഷ്ട്രപിതാവ് അരവിന്ദനായിരിക്കും ഉണ്ടാവുക. ഗാന്ധിജി അരവിന്ദനും തമ്മിൽ സാമ്യമുണ്ട്, രണ്ടാളും കുപ്പായം എന്നുള്ളതില്ല, അങ്ങനെയുള്ള സാമ്യമൊക്കെ ഉണ്ട്. പക്ഷേ രണ്ടാളും നിങ്ങൾ ഇവിടെ പോയി നോക്കിയാൽ കോയമ്പത്തൂരിൽ കണ്ണാശുപത്രി അരബിന്ദോ, പിന്നെ മിഷന്റെ പേരിലുള്ള കണ്ണാശുപത്രി. അപ്പോൾ ആ കണ്ണാശുപത്രിയിലൊക്കെ പോയ അരബിന്ദോന്റെ ഫോട്ടോ കാണാം, കുപ്പായം ഉണ്ടാവും. അങ്ങനെയുള്ള സാമ്യമുണ്ട്. പക്ഷെ അരബിന്ദോ ആരാ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടേണ്ടിയിരിക്കുന്നത് ഈ ഹൈന്ദവതയുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് സ്വാതന്ത്ര്യ സമരകാലം തന്നെ പറഞ്ഞ ആളാണ്. അരബിന്ദോയുടെ പുസ്തകങ്ങൾ അരബിന്ദോ ലിറ്ററേച്ചർ എന്നിട്ട് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഞാനൊക്കെ അദ്ദേഹത്തിന്റെ കവിത പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ട്രാൻസ് ഓഫ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പഠിപ്പിക്കണം. നമ്മൾ കുട്ടിക്ക് ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് ട്രാൻസ് ഓഫ് വെയിറ്റിംഗ്, റോസ് ഓഫ് ഗോഡ് തുടങ്ങിയിട്ടുള്ള കവിതകളൊക്കെ പഠിപ്പിക്കണം. അതൊക്കെ ഇംഗ്ലീഷ് സാഹിത്യത്തെക്കാരായുള്ള പുസ്തകങ്ങൾ നല്ല സാഹിത്യമാണ്. കവിതയ്ക്ക് ഉഷാറാണ്, പെട്ടെന്ന് മനസ്സിലാവില്ല, വളരെ ഫിലോസഫിക്കലാണ്. അപ്പൊ അങ്ങനെയുള്ള വലിയൊരു ബുദ്ധിജീവിയാണ് ഈ അരബിന്ദോ എന്ന് പറഞ്ഞാൽ. ഈ അരബിന്ദോന്റെ പിന്നെ അദ്ദേഹത്തെ ആയിരിക്കും നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ട് പോലും അവരോധിക്കാം. ഈ അരബിന്ദോ ആണ് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടേണ്ടിയിരിക്കുന്നത് ഹൈന്ദവതയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഇവിടുത്തെ സനാതന ധർമ്മം അല്ലാത്തൊരു ധർമ്മം ഇവിടെ ഇല്ല, ബാക്കിയൊന്നും ഇവിടെ ആവശ്യമില്ല. ന്യൂനപക്ഷ സങ്കല്പം ഇന്ത്യയിലില്ല. അപ്പൊ ന്യൂനപക്ഷം സങ്കല്പം തന്നെ ഇന്ത്യ രാജ്യത്ത് ഇല്ല എന്ന് പറയുന്ന ഗോൾവാൾക്കറിൽ നിന്നും അരബിന്ദോവിൽ നിന്നും പ്രത്യയശാസ്ത്രം സ്വീകരിച്ച്, ആവേശം സ്വീകരിച്ച്, ആശയങ്ങൾ സ്വീകരിച്ച് പാർട്ടിക്കാരെ രാജ്യം ഭരിക്കുന്നത്. അങ്ങനെ ഭരിക്കാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ ഏത് സംഭവത്തെ കാണുമ്പോഴും അതിന്റെ മുമ്പത്തെ സംഭവത്തിലേക്കും വേണം പോവുക. സാഹിബ് വളരെ നന്നായി ഇവിടെ പ്രസംഗിച്ചു. യഥാർത്ഥത്തിൽ അതേ ഈ ബി ജെ പി അധികാരത്തിൽ വരാൻ പിന്നെ ഉള്ള സാഹചര്യം ഒരുങ്ങിയതിൽ പിന്നെ കോൺഗ്രസ് പാർട്ടിക്ക് പങ്കുണ്ടാവില്ലേ. അതിന്റെ മുമ്പത്തെ ഭരണം നേരെ പിന്നെ ഇതൊക്കെയാണ് ഓരോരോ തുടർച്ചയാണ്. പിന്നെ ഓരോ സംഭവങ്ങളിൽ നമ്മൾ കാണുന്ന സമയത്ത് ആ സംഭവത്തെ മാത്രം കണ്ടാക്കുക. അതിന്റെ മുമ്പത്തെ സംഭവം കാണും. അതിന്റെ മുമ്പത്തെ കാരണം ലോക സംഭവങ്ങൾ പറഞ്ഞാൽ ഓരോന്നും തിരിക്കല്ലയ്യാമോ ദാവിരുഹാം പൈനാസി എന്നല്ലേ വർഷവും പറഞ്ഞിട്ടുണ്ട്. ആ ദിനങ്ങളെ ജനങ്ങൾക്കിടയിൽ നമ്മളിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രത്തിന്റെ ആവർത്തനം. ചരിത്രത്തിന് പരിവർത്തനം മാത്രമല്ല ആവർത്തനം ഉണ്ടാവും. അപ്പോൾ ചരിത്രത്തിന്റെ ആവർത്തനം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കണേ. ഇതിന്റെ മുമ്പത്തെ ഭരണാധികാരികൾ ഏതുമായിട്ടുണ്ടാവും. ജനങ്ങളുടെ ഇടയിൽ പിന്നെ കോൺഗ്രസിനുള്ള സ്വീകാര്യത നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സകല സംഘടനകളും പണിയെടുക്കുകയും ചെയ്തു. എന്നിട്ട് ഇപ്പം അങ്ങനെ പ്രതിഷേധിക്കണേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, നമ്മളെ മുസ്ലിം സംഘടനകളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലേ. എത്രയുണ്ട് മുസ്ലിം സംഘടനകളൊക്കെ വളരെ തീവ്രവാദമായിട്ട്. നാളെ ഒരു കൂട്ടക്കാർ പിന്നെ ഇവിടെ പിന്നെ നമ്മളെ ചരക്കടവ് പോയിക്ക് പേര് പറയണില്ല, മനസ്സിലാവും, പറയാത്ത സംഗതി പറഞ്ഞാൽ മനസ്സിലാവും, പേര് പറയാം. ഒരു കൂട്ടക്കാരിങ്ങനെ പിന്നെ ഒരു ഫ്ലക്സൊക്കെ ഒട്ടിച്ചിട്ട് വണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നു. അതിന് എഴുതിക്കണത് എന്താ വെച്ചാൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ഉടനുള്ളതാണ് ഈ മൗനം അപകടമാണ്. ഈ മൗനം അപകടം നേരിട്ടാണ് പോകുന്നത്.
അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ മൗനം പാലിക്കാത്തതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത്. നിങ്ങൾ മൗനം പാലിക്കാത്തതുകൊണ്ട് അപകടം ഉണ്ടായത്. കാരണം ചില സമയത്ത് മൗനം പാലിക്കേണ്ടി വരില്ല. സുംത്ത് ഹിക്മത്തും ഇപ്പോൾ കയ്യിലും പായലും സുംത്ത് ചിലപ്പോൾ ഹിക്മത്തല്ലേ, അപ്പൊ അത് പ്രയോഗിക്കേണ്ടി വരും. മൗനം പാലിക്കേണ്ട സമയത്ത് നമ്മൾ മൗനം പാലിക്കണം. അതില്ലാത്തതിന്റെ കുഴപ്പമാണ്. ഒരു ചെറുക്കനാണ്. അപ്പൊ ഒരു ചെറുക്കനെ തല്ലാണ്. അപ്പോൾ പിന്നെ തല്ലിങ്ങനെ ഓടുന്ന സമയത്ത് അളാപ്പ പുറത്ത് വന്നു, എന്റെ ചെറുക്കനെങ്ങാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടുകൂടി കിട്ടും. അപ്പൊ പിന്നെ എന്റെ ചെറുക്കനെങ്ങാനും വെച്ചിട്ടില്ല, ഞാൻ ഇവിടുന്ന് അപ്പോൾ 4 മണി കിട്ടും. അങ്ങനെ കിട്ടൽ തുടങ്ങിയപ്പോൾ ചെറുക്കം വിളിച്ചേന്ന് തൊള്ളടിക്കാൻ ഞാൻ കഴിച്ചില്ല. അപ്പൊ തൊള്ള അടക്കേണ്ട നേരത്തെ അടക്കണ്ടേ. അങ്ങനെ ഇന്ത്യ നമ്മുടെ അമേരിക്കയിലെ പിന്നെ ഒരു മുസ്ലിം സംഘടന ഉണ്ട്, അമേരിക്കൻ മുസ്ലിം നാഷൻ എന്ന പേരൊരു സംഘടന. ാണ് ഇവിടെ ഗിരിസായി സംസാരിച്ചു പറഞ്ഞു, മൈക്കിന്റെ ഈ ഗുരുവശ ഉണ്ടാക്കുന്ന കാര്യം. ഞാനതിന്റെ പിന്നെ മറ്റു വശങ്ങളെല്ലാം അവിടെ നോക്കുകയാണെങ്കിൽ ഭയങ്കര പ്രശ്നമായിട്ട് ഇല്ലേ, ആൾക്കാരൊക്കെ നിസ്കരിച്ചും അള്ളാഹു തല ഖുർആനിൽ പറയുന്നത് ഒലാ തജോരി സലാത്തിക്ക് ഒലാ തുഹാഫിക്കോ മുത്തല വേഗതാലിക്ക് സജ്ജയില്ല, നിസ്കാരം എല്ലാം ഒച്ചയിലാക്കല്ലേ. പിന്നെ വളരെ പതുക്കിയാക്കേണ്ട മനുഷ്യന്മാർ കേൾക്കുമാണല്ലോ. ഉപദ്രവമായിരിക്കും സജ്ജയില്ല, രണ്ടിന് നടുക്കാവണം. നമ്മൾ പള്ളികളിൽ പോയൊക്കെ നിങ്ങൾ നിസ്കരിച്ചാണെന്നുണ്ടെങ്കിൽ ഒരു 3 ആളുണ്ടാവും, പിന്നെ 4 ഇമാവും മൈക്കിട്ടു. ഇത് പഠിച്ചോ പറഞ്ഞതിൽ വരാത്ത എന്തിനൊക്കെ നമ്മളെ ഞാൻ ജീഹറാക്കണത് ഈ ജാതി വെച്ച്. അപ്പൊ എന്താ വെച്ചാൽ ഇതൊന്നും നോക്കാതെ നമ്മളെ പറ്റി കുറെ നോക്കും ചിന്തിക്കുകയും ചെയ്യണമല്ലോ. ഇത്തരമൊരു സാഹചര്യം വളർന്നു വന്നത് അടിസ്ഥാന കാരണം എന്താ വെച്ചാൽ ഒരു സംഭവം നമ്മൾ വിലയിരുത്തുമ്പോൾ അതിന്റെ മുമ്പത്തെ സംഭവം വിലയിരുത്തണം. പിന്നെ ഇപ്പൊ സദ്ദാം ഹുസൈനെ പറ്റി ഇവിടെ പറഞ്ഞു. എന്താ സദ്ദാം ഹുസൈനെ കൊന്നേ ശരിയായിട്ടാകുമ്പോൾ തന്നെ നമ്മൾ പറയാം. പക്ഷെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് മനസ്സിലാക്കണല്ലോ. ഇബിർ സാഹിബ് അദ്ദേഹം മന്ത്രിയാണ്, അദ്ദേഹം ലോകകാര്യങ്ങൾ എല്ലാം ശ്രദ്ധിക്കണമെന്നാണ് തോന്നുന്നുണ്ട്. സദ്ദാം ഹുസൈനെ കൊന്നത് സദ്ദാം ഹുസൈന്റെ മുമ്പത്തെ ഗോൾഡ് സെന്റർ തകർത്തത് മാത്രം കണ്ടാൽ പോരാ, സദ്ദാം ഹുസൈനും അല്ല കാണാം. സദ്ദാം ഹുസൈനെ ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ? കൊന്നത് ശരിയെന്നുള്ള അമേരിക്കല്ല കൊന്നതും. വസ്തുതകൾ ശരിക്കും മനസ്സിലാക്കണ്ടേ. ഇപ്പോ പിന്നെ സദ്ദാം ഹുസൈനെ ഞാൻ നേരത്തെ പറഞ്ഞു മൈറ്റീസ് റൈറ്റ്. സദ്ദാം ഹുസൈന് കുവൈത്തിനേക്കാൾ ശക്തി ഉണ്ടായി, സദ്ദാം ഹുസൈൻ കുവൈത്തിനെ ആക്രമിച്ചു. സദ്ദാം ഹുസൈൻ കുവൈത്തിനേക്കാൾ ശക്തി ഉണ്ടായപ്പോൾ കുവൈത്തിനെ സദ്ദാം ഹുസൈൻ ആക്രമിച്ചു. സദ്ദാം ഹുസൈൻ അമേരിക്കന്റെ ബലത്തോടുകൂടി ഇറാൻ ആക്രമിച്ചു. സദ്ദാം ഹുസൈന് ഭരണം കിട്ടിയതിന്റെ ഉടനെയാണ് അദ്ദേഹം പിന്നെ 1975 ബാസ് പാർട്ടി അധികാരത്തിൽ വരിക. ബാസ് പാർട്ടി ഇറാഖിലുള്ള ബാസ് പാർട്ടിയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി, ബാസുകാരുടെ പാർട്ടി. ആ പാർട്ടിയുടെ ഒരു ജൂതൻ ഉണ്ടാക്കിയ പാർട്ടിയാണ്, മെഷൽ അഫ്രിക്ക എന്നുള്ള ജൂതി ഉണ്ടാക്കിയ പാർട്ടിയാണ്. ആ മെഷൽ അഫ്രിക്കന്റെ പാർട്ടി പിന്നെ ബാസ് പാർട്ടി അതിന്റെ ആശയങ്ങളൊക്കെ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നിരീക്ഷണത്താണ്. അത് ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ലഘുലേഖ സദ്ദാം ഹുസൈൻ സ്വന്തം കയ്യിൽ എഴുതി. പിന്നെ അവസാനം മാറിയ ഈ കറുപ്പങ്ങളൊക്കെ മനസ്സിലുണ്ടാക്കാം. അദ്ദീൻ ഉണ്ടാവാം, നമ്മൾ വിമർശിക്കുന്ന ചോദ്യം ചെയ്യുന്നില്ല. പിന്നെ അദ്ദീൻ ഒത്തുറാസാന്റെ പുസ്തകം, ആ പുസ്തകത്തിൽ പറയുന്നത് ഇസ്ലാമിക കാലഘട്ടം യോജിച്ചതല്ല. അദ്ദേഹം പറയുന്നത് അതേ എഴുതിയത് സ്വന്തം എഴുതിയ അദ്ദീനോത്തുറസ്തങ്ങളിലെ ഇസ്ലാമിക കാലഘട്ടത്തിൽ യോജിച്ചതല്ല. മാത്രമല്ല പിന്നെ ഞാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുക, വാർദ്ധക്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ആളേക്കാൾ ഇതൊക്കെ സദ്ദാം ഹുസൈൻ എഴുതിയതാണ്. പക്ഷെ അതൊക്കെ ആ കാലത്തേക്ക് പിന്നെ മാറി നമുക്ക് പറയാം. പക്ഷെ എന്നാൽ തന്നെയും അടിസ്ഥാനപരമായി സദ്ദാം ഹുസൈനെ വധിക്കാനുള്ള കാരണം എന്താ? സദ്ദാം ഹുസൈൻ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പിന്നെ 175ഓളം പേരുടെ പ്രകൃതികളെ കൊന്നു. അദ്ദേഹം ഒരു സ്ഥലത്ത് ചെന്നു. ആ സ്ഥലത്ത് ചെന്ന സമയത്ത് അവിടെ സ്ഫോടനം ഉണ്ടായി. ആ സ്ഫോടനം ഉണ്ടായതിനെ തുടർന്ന് 175ഓളം പേര് കുർദുകളെ കൊന്നു. ഈ കൊന്നത് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ തെളിയിക്കാൻ സാഹചര്യം ഉണ്ടെങ്കിലാ. പിന്നെ അദ്ദേഹത്തിന്റെ ഭരണം മാറി എന്ന് പറഞ്ഞാൽ അപ്പോൾ സഹായിച്ചത് അമേരിക്കയ്ക്ക് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ സദ്ദാം ഹുസൈൻ എതിരെയുള്ള വാദത്തിൽ ടൈമിൽ വന്ന കാര്യം പറയും, അമേരിക്കൻ പ്രസിദ്ധീകരണത്തിലുള്ള ടൈമിൽ. പിന്നെ സദ്ദാം ഹുസൈനെ വധിക്കുന്ന സമയത്ത് അമേരിക്കന്റെ പ്രതിനിധി ചെന്നുകാണ്ട് സദ്ദാം ഹുസൈൻ പിന്നെ നൂയി മാലിക്, അന്നത്തെ പ്രസിഡന്റ് നൂയി മാലിക്കോട് സംസാരിക്കും. അപ്പൊ നൂയി മാലിക്കോട് പറഞ്ഞു, പിന്നെ സദ്ദാം ഹുസൈനെ വധിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ നൂയി മാലിക് പറഞ്ഞു, സദ്ദാം ഹുസൈനെതിരെയുള്ള വധശാട്ടിലാക്കണമെന്നോ ഞങ്ങളോ? അമേരിക്കക്കാരനോടാണ് ചോദിക്കുന്നത്, അമേരിക്കൻ ബുഷിന്റെ റെപ്രസെന്റേറ്റീവിനോടാണ് ചോദിക്കുന്നത്. സദ്ദാം ഹുസൈനെതിരെ നടപ്പിലാക്കുന്ന ശിക്ഷ നിങ്ങളോ ഞങ്ങളോ? അത് നിങ്ങൾ തന്നെയാണ് നേരിടാൻ ഞങ്ങൾക്കറിയാം. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ അമേരിക്ക വന്നതാണ് കൊന്നല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കുറ്റം തെളിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ വധശിക്ഷ നടപ്പിലാക്കി. നമ്മൾ അതിനെ അനുഭവിക്കണമെന്നില്ല. പക്ഷേ സംഭവിച്ച സംഭവങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കട്ടെ. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു സംഭവത്തെ വിലയിരുത്തുമ്പോൾ മുമ്പത്തെ കുറെ സംഭവങ്ങളുണ്ടാവും. ഓരോ സംഭവങ്ങളും തുടർച്ചയായിരിക്കും. അതേപോലെ ഇന്ത്യ രാജ്യത്ത് വളരെ രണ്ട് സീറ്റ് മാത്രം ഉണ്ടെങ്കിൽ BJP ആക്കും മൃഗീയമായ ഭൂരിപക്ഷത്തോടു കൂടി, എന്തും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഭൂരിപക്ഷത്തോടു കൂടി ശക്തിയോടുകൂടി അധികാരത്തിൽ വന്നത്. ആ അധികാരത്തിൽ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരവർക്ക് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സംഗതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ല അവരധികാരത്തിൽ വരിക. അപ്പൊ നമുക്കതിനെ മറികടക്കാൻ എന്ത് ചെയ്യണം? ഇന്ത്യ രാജ്യത്ത് മുസ്ലിമുകളെ അപലപിച്ചിട്ട് കാര്യമുള്ളൂ, നമ്മൾ കുറെ ജാഥ നടത്തിയിട്ട് കാര്യമുള്ളൂ, അതൊക്കെ നടത്താം. പക്ഷേ ചിലർക്ക് എന്നിട്ട് യാഥാർത്ഥ്യമൊക്കെ പ്രസംഗിച്ചോ പറഞ്ഞു അനുവദിക്കില്ല. എന്റെ അഭിപ്രായത്തിൽ ആ വാക്കെന്നെ പറയട്ടെ,
അനുവദിക്കില്ല സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ആരാ നമ്മള്? BJP വളരെ ഭൂരിപക്ഷം കിട്ടിയിട്ട്, വളരെ മൃഗീയ ഭൂരിപക്ഷം കിട്ടിയിട്ട് അവരുടെ പ്രത്യയശാസ്ത്രങ്ങളും ആശയങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി വന്ന് അതിനായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് BJP-ക്കാർ ഏകദേശിക്കോട് അത് അനുവദിക്കില്ല എന്നുള്ള ഭാഷണം ശരിയല്ല. കാരണം നമുക്ക് അപേക്ഷിച്ച് നോക്കാം, നമുക്ക് അഭ്യർത്ഥിച്ച് നോക്കാം. ഇത് ഇത്രയും കൂടുതൽ ആൾക്കാരുടെ അഭ്യർത്ഥന അപേക്ഷയാണ് തെളിയിക്കാൻ വേണ്ടി പ്രകടനവും നടത്താം. പക്ഷെ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ നടത്തേണ്ടതല്ല, നിങ്ങൾ മാറ്റല്ലേ. കാരണം അപ്രായോഗികമാണ്. അവിടെ നിൽക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് ഏക സിവിൽ കോഡ് കൊണ്ടുവരിക എന്നുള്ളത് അപ്രായോഗികമാണ്. ഈ പ്രശ്നം എന്താണ്? 2015 ഒരു ഹിന്ദു തുടർച്ചാവകാശത്തെ സംബന്ധിക്കുന്ന ഒരു കേസ് വന്നു. ആ കേസിനെ പറ്റിയുള്ള കേസിന്റെ വിധി പറയുന്ന സമയത്ത് ഗോയൽ എന്ന് പറഞ്ഞ 2 ജഡ്ജിമാർ, സുപ്രീം കോടതി ജഡ്ജിമാർ, ആ ജഡ്ജിമാര് ഇത് ഹിന്ദു തുടർച്ചാവകാശത്തെ പറ്റി മാത്രം പരിശോധിച്ചാൽ പോരാ, നമുക്ക് മുസ്ലിം സ്ത്രീകളുടെ സങ്കടവും വേണം കാണാം എന്ന് പറഞ്ഞാണ് ഗവൺമെന്റിന് അപേക്ഷ കൊടുത്തു. മുസ്ലിം സ്ത്രീകളുടെ തലാഖത്ത് തുടങ്ങിയിട്ടുള്ള സംഗതികൾ അതിനെതിരെ നിയമം കൊണ്ടുവരണമെന്ന്. അപ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റ് ഉത്തരവിട്ടു. സുപ്രീം കോടതിന്റെ മുമ്പത്തെ ജഡ്ജിയെ, സുപ്രീം കോടതിന്റെ ജഡ്ജിയായിരുന്ന ബൽബീർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള നിയമ കമ്മീഷൻ, ആ നിയമ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട്, ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതിയിരിക്കുന്നത് വെച്ചാൽ ദ സ്റ്റേറ്റ്സ് ആർ എൻഡീവർ ടു സെക്യൂർ യൂണിഫോം സിവിൽ കോഡ് ഫോർ ഓൾ ദ സിറ്റിസൺസ് ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ ടെറിട്ടറികളിലും ഒരു ഏക സിവിൽ കോഡ് ഇന്ത്യൻ പൗരന്മാർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള, ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം രാജ്യം ചെയ്യൂ. ഇങ്ങനെയാണ് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റ്സ് ആർ എൻഡീവർ, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന പറയുന്നത്. അപ്പൊ ഇന്ത്യ രാജ്യത്ത് ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തും. അത് പിന്നെ പറയണതിന് കാലാവുമ്പോ എന്നൊക്കെ പറയണേ, പിന്നെ അതിന് സന്ദർഭവും കാലാവും. അപ്പോൾ ഇത് കാലയിക്കണം നോക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ബൽബീർ സിംഗിനെ നിശ്ചയിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിയമ കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ രാജ്യത്ത് ഇന്ത്യൻ ശരീഅത്ത് ഏക സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ആ പണി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവും എന്താ വെച്ചാൽ ഗവൺമെന്റും അങ്ങനെ തന്നെയാണ്, ഏൽപ്പിക്കപ്പെട്ട ആളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് കാലയിക്കുന്നത് എനിക്ക് വരിക. പക്ഷെ അങ്ങനെ കാലയിക്കുന്നത് വരുമ്പോൾ ഏക സിവിൽ കോഡ് കൊണ്ടുവരും. പക്ഷേ ഏക സിവിൽ കോഡ് കൊണ്ടുവരും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മളിത് അനുവദിക്കില്ല എന്നാണോ ഒന്നും ചെയ്യാൻ പറ്റൂല. നമ്മൾ പലരും അനുവദിക്കില്ല പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ കണ്ടില്ലേ? ബാബരി മസ്ജിദ് സംരക്ഷിക്കാൻ ജീവൻ വേണോ ജീവൻ നൽകാം, രക്തം വേണോ രക്തം നൽകാം, എന്ത് വേണം എന്തും നൽകാം. നമ്മൾ മുദ്രാവാക്യം വിളിച്ചിട്ടില്ലേ? ഒരാശയം മുദ്രാവാക്യമാകുമ്പോ തന്നെ ഒരു വീട് വരും. നല്ലൊരു ആശയം മുദ്രാവാക്യമാകുമ്പോ തന്നെ വീട്. നമ്മള് എലിം സാഹിബ് ഇവിടെ ഇരിക്കണ്ടേ, മുമ്പ് നമ്മള് ശരീരത്തിന് വരില്ലേ, മുമ്പ് ശരീരത്തിൽ തർക്കണ്ടായല്ലോ ഷാബാനി കേസിന്റെ സാഹചര്യം. ആ സാഹചര്യത്തിൽ നമ്മൾ ചെറുക്കന്മാര് എന്താ മുദ്രാവാക്യം വിളിക്കണത്? മുദ്രാവാക്യം വിളിക്കാൻ 2ഉം കെട്ടും 4ഉം കെട്ടും 5ഉം കെട്ടും EMS ഡോളയും കെട്ടും. നല്ലൊരു ആശയം അത് മുദ്രാവാക്യമാകുമ്പോ ഈ കൊല്ലത്തിലാവും. അതിനെന്താ ചെയ്യാം? മുദ്രാവാക്യമാകുമ്പോ നമ്മളെ ആശയത്തിനും ഈ ശരീരത്തിനും തന്നെ എതിരാണെന്ന് മനസ്സിലാക്കണ്ടേ? 5ഉം കെട്ടും ശരീരത്തിനെതിരല്ലേ? എന്നിട്ട് നമ്മളെ മുദ്രാവാക്യത്തിൽ 5ഉം കെട്ടും വരാൻ പറ്റുമോ? അപ്പൊ ഇത് മുദ്രാവാക്യം ആയിക്കോട്ടെ. മുദ്രാവാക്യം വിളിക്കുമ്പോ അതിനൊക്കെ നേതൃത്വം, ഒരു നേതൃത്വം ഇല്ലാത്ത നാദനയില്ലാത്ത രീതിയിൽ സംഗതികൾ നടക്കാൻ പാടില്ലല്ലോ. അപ്പൊ വളരെ ശ്രദ്ധിച്ച് കരുതലോടെ എന്നുള്ള വാക്ക് കബീർ സാഹിബ് ഇടക്കിടക്ക് പറഞ്ഞത് വളരെ നല്ലൊരു വാക്കാണ്. കരുതലോടെ. പക്ഷെ എന്താ കരുതേണ്ടത്? മുഖരും പറഞ്ഞതിന് അവസാനം സമ്മതിക്കൂല തന്നെയാണ് രമേശ് ചെന്നിത്തല അല്ലെ? രമേശ് ചെന്നിത്തല പോണോടൊക്കെ പ്രസംഗിക്കലുണ്ട്. 1000 നരേന്ദ്രമോദിമാർ വന്നിട്ടുണ്ടെങ്കിലും ശരീരത്തുമ്പത്തോടാൻ സമ്മതിക്കില്ല. ഇതാരായി പറയുന്നത്? എന്താ പറയുന്നത് ആലോചിക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാല് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കും. ഒന്നിതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, മുസ്ലിം സഹോദരങ്ങളൊക്കെ നമ്മളിപ്പോ മുസ്ലിം നമ്മളെ പുറത്തൊരു മുതൽ ഇടക്കിടക്ക് പറയുന്നുണ്ട്. നമ്മൾ ഈ ലീഗ് പൊതു റോട്ടിൽ നിന്നാണ് പ്രസംഗിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന് ലീഗ് ചെയ്ത നേട്ടങ്ങൾ ഇങ്ങനെ എണ്ണി ഇങ്ങനെ പറയുമ്പോൾ എന്താ അപ്പുറത്തുള്ള ആൾക്കാർ ഈ ചെങ്ങായി പേരുതൊക്കെ ഓരോരാക്കി തീർത്തിരിക്കുന്നു തോന്നല്ലേ? അപ്പൊ നമ്മളെ പ്രസംഗത്തിലും ഒക്കെ ശ്രദ്ധിക്കണം. മുസ്ലിം സമുദായത്തിന് ഇത് സാഹിബ് ഉണ്ടായിരുന്ന സമയത്ത് ചെയ്ത് അദ്ദേഹം എന്താ വെച്ചാൽ പൊതുവെ ചെയ്തതായിട്ടാണ് പറയാം. മുസ്ലിം സമുദായത്തിന് ഞങ്ങൾ അങ്ങനെ ചെയ്തു, അത് അങ്ങനെ പറയില്ല. ചെയ്യുന്ന സമയത്ത് അതാ തന്ത്രം ഹിക്മത്ത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യുകയും ചെയ്യാം. പക്ഷെ പറയുന്ന സമയത്ത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇഫ് യു വാണ്ട് ടു ഗ്രോ അപ്പ്, ആ പറക്കാൻ പറഞ്ഞ വാക്ക് വളരെ അടിവരട്ട് മനസ്സിലാക്കണം. ഇഫ് യു വാണ്ട് ടു ഗ്രോ അപ്പ്, നിങ്ങൾക്ക് വളരണമെങ്കിൽ യു അവോയ്ഡ് ഷോ ഓഫ്. നിങ്ങൾ ഈ പുറത്തുള്ള കാട്ടിക്കൂട്ടലൊക്കെ ഒന്ന് കുറയ്ക്കി. ഇത് കേൾക്കുന്ന സമയത്ത് അത് ഇപ്പോ നേരത്തെ വ്യവസായം സൂചിപ്പിച്ചു. നമ്മളെ ഈ പിന്നെ മൗലിദിലേക്ക് റബീഉൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഐതരശ്യാവതങ്ങൾ പിന്നെ ആഹ്വാനത്തെ തുടർന്ന് കുറെ ആൾക്കാരൊക്കെ ഇത് ഇല്ലാതാക്കിയിരുന്നു. മൗലിദ് പോകുന്ന സമയത്തൊക്കെ ഒന്ന് ഉള്ളിൽ തന്നെ മാത്രമാക്കിയിരുന്നു. കൊല്ലം പിന്നെയും തുടങ്ങി. കാരണം എന്താ വെച്ചാൽ ഇത് മൂല്യമാർക്ക് ഇത് ഒച്ച നാട്ടുകാരെ കേൾക്കുന്ന കേൾക്കാൻ പറ്റുന്ന ഒച്ചയാവൂല.
അപ്പുറത്ത് നമ്മുടെ അമ്പലത്തിൽ നല്ല രസമല്ലേ, വളരെ സംഗീതാത്മകമായിട്ടുള്ള പാട്ട് എങ്ങനെ കേൾക്കും, അത് ആസ്വദിക്കാൻ തോന്നും. ഇപ്പൊ അപ്പുറത്താണെങ്കിൽ ക്രിസ്ത്യാനികളാണെങ്കിൽ ഓരോ പാട്ടൊക്കെ പാടുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരു രസം കേൾക്കാൻ നല്ല രസം. എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ കരയും ഒരു തെറ്റും ഉണ്ടാവും ഒരുപാട് അല്ലേ. അസലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശബീൽ, അങ്ങനെ അതിൽ തെറ്റും വരും. പിന്നെ സലാവാത്തി അലൻ നബി വസ്സലാമി, നിങ്ങൾ സലാവാത്തി അലൻ നബി വസ്സലാമി, അതിലാണ് കൂട്ടിയാണ് അത് പറയേണ്ടത്. ഇങ്ങനെ എത്ര തെറ്റ് വരുന്നുണ്ട്. നാളുടെ നുഫൂറു എന്ന് പറയും, നുഫൂർ അത് നഫൂറല്ലേ. എന്നിട്ട് ഇതൊക്കെ നമ്മളിങ്ങനെ കേൾക്കുക ചൊല്ലിക്കൂടി. അതിന് നഫൂർ എന്താ നമ്മൾ സാധാരണ പറയലുണ്ട് ശുക്കൂറിന്, എല്ലാവരും ശുക്കൂർക്കാരൻ. എന്ത് ശുക്കൂറ്? ഷക്കൂറല്ലേ, അല്ലാതെ ഒരു ശുക്കൂർ ഉണ്ടോ അവിടെ? ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ പറയുന്നതല്ലേ ശരി. തെറ്റിക്കോളി. അതെന്താ വെച്ചാല് ഇത്തരത്തിൽ നമ്മൾ പറയുന്നൊന്ന് നേരെയാവുന്നുണ്ടായി അത് സകല ആൾക്കാർ കേൾപ്പിക്കാൻ വേണ്ടി മൈക്കി കൂടി ആഗ്രഹിച്ച് ഇങ്ങനെ, എന്നിട്ട് അത് ഇങ്ങനെ ബാക്കിയുള്ളവരപ്പുറത്ത് നിന്നാണ്. ഞാൻ എൻ്റെ ശരിയോട് കേട്ടപ്പോൾ നാളെ പിന്നെ ഈ കുറെ ഒക്കരട്ട മൂല്യന്മാരുണ്ടല്ലോ ഇറങ്ങിയിട്ട്, അതിലൊരു മൂല്യയുടെ പ്രസംഗം. ആ പ്രസംഗം ഇങ്ങനെ, ആ പ്രസംഗം തനി ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്ത് ആശാരിമാരൊക്കെ ഉള്ളത്. അപ്പോൾ എന്നിട്ട് ബസ്സിൽ പോകുമ്പോൾ പറയണം, ഈ ചങ്ങായിമാർ നേരം കൊടുക്കോളൂ ഉറങ്ങാനയക്കാതെ ഇത് ഓരൊക്കെ നടത്തിക്കൊണ്ട് നടത്താൻ തരരുത്. നമ്മളൊക്കെ പാട്ടിടിയിൽ ഇടയിൽ കൊണ്ടുവന്നാൽ ഇതൊരു ശല്യമാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെറുപ്പിക്കാൻ മനുഷ്യന്മാരെ. നമുക്ക് തിരിച്ചു വെക്കാൻ തന്ന ഓരമ്പലത്തുന്നില്ലേ, നമ്മളെ ചോദിക്കും പറയാൻ വേണ്ട, നമ്മളെന്താ ചെയ്യേണ്ടതെന്നല്ലേ നമ്മളാലോചിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം എല്ലാവർക്കും അമർഷമുണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിച്ചാൽ സ്വാഭാവികമായിട്ടും ഇത്തരം നിയമങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് വേണ്ട തന്നെയാണ്. നിങ്ങൾ വേറെ പക്ഷെ ആലോചിച്ച് നോക്കി, നമ്മൾ ഇസ്ലാമിക ശരീരത്തിനും ഏകസിവിൽ കോഡ് വിഷയം വരുന്ന സമയത്ത് ഈ ഏകസിവിൽ കോഡ് എന്താ, ഇതിന്റെ പ്രശ്നങ്ങൾ എന്താ, ഈ കാര്യത്തെ പറ്റി നമ്മുടെ സമുദായത്തിന് എത്ര അറിയും? നമ്മുടെ സമുദായത്തിൽ മഹലി ചെന്നുകാണ്ട് പെണ്ണുങ്ങളോട് ചെന്നുകാണ്ട് നമ്മളൊന്നും ഉണ്ടാത്തൊരു സാഹചര്യത്തിൽ, ഞാൻ പ്രത്യേകിച്ച് മഹലിന് ആഹ്വാനമൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരോ BJP-കാരോ ആരെങ്കിലും ചെന്നുകാണ്ട് ഒപ്പുവാങ്ങാം. 3 തലാഖ് ഒപ്പം ചെല്ലുന്ന എതിരിലാണ്. 3 തലാഖും പെണ്ണിന്റെ 3 തലാഖ് ഒപ്പം ചെല്ലുന്ന എതിരിലാണ്. ഇതിൽ ഒപ്പിടി ഒരു നമ്മളെ മാരി പങ്കന്മാരി ഒക്കെ ചില ഇടയിൽ കൂടി ചെന്നുകാണ്ട് 3 തലാഖ് ഒപ്പം ചെല്ലുന്നതിന് എതിരിലാണ് ഈ ഒരു ഇതിലൊന്ന് ഒപ്പിടി എന്ന് പറയുമ്പോൾ എത്ര പെണ്ണുങ്ങൾ ഒപ്പിടാക്കും? സകല പെണ്ണുങ്ങൾ ഒപ്പിടൂലേ? 3 തലാഖ് ഒപ്പം ചെല്ലുക ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ഒരു ചിന്തിക്കൂലേ? അത് ചിന്തിക്കാതെക്കണമെങ്കിൽ എന്ത് വേണം? എന്താ ഈ 3 തലാഖ് പ്രശ്നം, എന്താ മുത്തലാഖ് പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു അനുവാദം മാത്രം, അനുവാദം അവിടെ നിലനിന്നോട്ടെ എന്നാണ് പാകം പറയണത്. വല്ല സാഹചര്യത്തിൽ വേണ്ട സമയത്ത് ഒരു കോണിമന്ന് ഇറങ്ങുന്ന സമയത്ത് 3 സ്റ്റെപ്പും 1, 2, 3 ഇറങ്ങാണ്ട് ഇറങ്ങേണ്ടത്. പക്ഷെ ചിലപ്പോ അപ്പുറത്ത് തീപിടുത്തുണ്ടെങ്കിൽ 3 ഒരൊറ്റ ചാട്ടം അല്ലേ, ഒറ്റ ചാട്ടം ചാണ്ടിയില്ലേ? അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ ഒരു അനുവാദാപ്പി പറയുന്നത്. എന്നിട്ട് അതിനെപ്പറ്റി പറഞ്ഞ് വഷളാക്കി ഈ കാര്യങ്ങൾ ശരിക്ക് പെണ്ണുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ മനസ്സിലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? എല്ലാവരും ഒപ്പിടും. പ്രാവശ്യമൊക്കെ അനന്തരാവകാശം ആണിനും പെണ്ണിനും തുല്യമായിട്ട് ഒരുക്കണം എന്നാണ് നമ്മൾ ഒപ്പിട്ടാണെന്ന് പറഞ്ഞാൽ അല്ലേ. നമ്മുടെ പ്രദേശത്തുള്ള ഉൾപ്രദേശങ്ങളിലൊക്കെ പെണ്ണുങ്ങൾ ഇത് അനന്തരാവകാശം ആണിനും പെണ്ണിനും ഒപ്പം കിട്ടണം എന്നുള്ള ഒരു സംഗതിയാണ്. ഇത് ഗവൺമെന്റിന് സമർപ്പിക്കാനാണെന്ന് പറഞ്ഞാൽ സകല പെണ്ണുങ്ങൾ ഒപ്പിടൂലേ? അത് ഒപ്പിടാക്കണമെങ്കിൽ എന്ത് വേണം? എന്താണ് അനന്തരാവകാശം, എന്തുകൊണ്ടാണ് ഇത് പെണ്ണിനില്ല, ഇത്തരം കാര്യങ്ങളെ പറ്റി എന്ത് വിവരം നമ്മുടെ സമുദായത്തിൽ ഉണ്ടാവുക. അപ്പൊ ഓരോരുത്തരും അവരവരുടെ സമുദായത്തിലുള്ള നമ്മുടെ മുസ്ലിങ്ങളുടെ ഓരോ മഹലിലും അവരവരുടെ സമുദായത്തിലുള്ള ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യണ്ടേ ഇത്തരം കാര്യങ്ങളെ പറ്റി. ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്നതിന് പരഭാഗത്ത് കബീർ സാഹിബത്തിന്റെ പ്രസംഗത്തിൽ വന്നു. പിന്നെ പരഭാഗത്ത് മുസ്ലിങ്ങൾക്ക് റേഷൻ കാർഡില്ല, ഐഡന്റിറ്റി കാർഡില്ല. ഈ ഐഡന്റിറ്റി കാർഡും റേഷൻ കാർഡും ഇല്ലാതിരിക്കുന്ന സമയത്ത് കോഴിക്കോട്ട് വന്ന് ജാഥ നടത്തിയിട്ട് എന്താ കാര്യം? ഒന്ന് ആ പ്രദേശത്തെ അല്ലേ, ഇപ്പൊ നാളെ കൂട്ടക്കാർ ചെയ്തിരുന്ന കൂട്ടക്കാരെന്താ ചെയ്തെന്ന് വെച്ചാൽ കോഴിക്കോട് ജാഥ എന്താണ്, പിന്നെ അവിടെ ഐഡന്റിറ്റി കാർഡില്ല, മുസ്ലിമീങ്ങൾക്ക് ഐഡന്റിറ്റി കാർഡില്ല, മുസ്ലിമീങ്ങൾക്ക് പൗരത്വമില്ല എന്നും പറഞ്ഞാൽ കോഴിക്കോട്ട് ഭയങ്കര പ്രകടനം പ്രസംഗമൊക്കെ നടത്തിയിട്ട് വലിയ വലിയ ആൾക്കാർ സാഹിത്യകാരന്മാരൊക്കെ വന്ന് പ്രസംഗിച്ചു. യഥാർത്ഥത്തിൽ ഈ കൂട്ടക്കാർക്ക് നല്ല നെറ്റ്വർക്ക് ഉണ്ട്, പ്രവർത്തിക്കാൻ പറ്റുന്ന നല്ല പലർത്തും പോയിങ്ങാണ്ട് ചെയ്യാൻ പറ്റുന്ന പണി. ഒന്ന് ആസാമിനും മറ്റൊക്കെ പോയിങ്ങാണ്ട് ആർക്കൊക്കെ ഇവിടെ പൗരത്വം ഇല്ലാത്ത, സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത അത്തരം ആളുകൾക്ക് പോയിട്ട് സിറ്റിസൺഷിപ്പ് പൗരത്വം ഉണ്ടാക്കാനുള്ള പണിയാരും ചെയ്യൂല. അങ്ങനെ പ്രസംഗിച്ച് അവിടെ പിരിഞ്ഞു പോവുകയും ചെയ്യുന്നല്ലാതെ ക്രിയാത്മകമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നേരിടാൻ. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ നോക്കി പിന്നെ ഇപ്പോ നമ്മുടെ മുസ്ലിം വ്യക്തി നിയമത്തിൽ പറയുന്ന ഓരോ സംഗതികളും ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ഇപ്പൊ ഒരു കാരണം പറഞ്ഞിട്ട് അതിന് തൊടാൻ പാടില്ല. പക്ഷെ ചില പദപ്രയോഗങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുണ്ട്. ഭരണഘടനയിൽ നമ്മളെ ഉല്ലാസിലോ പ്രസംഗത്തിൽ ഉല്ലാസിലോ അതിൽ പറയുന്ന ഭാഷന്റെ ശൈലി എന്താ?
a Muhammadan may have a Muhammadan may have as many as 4 wives at the same time. ഒരു മുഹമ്മദീനാണെങ്കിൽ അവന് ഒരേ സമയത്ത് തന്നെ 4 ഭാര്യമാരുണ്ടാവാം എന്ന് പറയില്ലാതെ അതിന്റെ കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ പരിശുദ്ധ ഖുർആനിലെ അതിന്റെ കണ്ടീഷൻ ഒക്കെ പറയില്ലേ? കേവലം ഈ വാക്ക് ദുരുപയോഗപ്പെടുത്താൻ പലതും ഉണ്ടാവും, പലർക്കും പറയാം. പക്ഷെ അയിമ തൊടാൻ പറ്റില്ല, കാരണം തൊട്ടാ പിന്നെ തൊടല അങ്ങനെ പോകും, അത് വേറെ ആയിക്കൊത്തും. പക്ഷെ ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മളാ വേറാകട്ടെ, നമ്മൾ ബോധവാന്മാരാവട്ടെ. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം സംഗതികളൊക്കെ ഇസ്ലാമിന്റെ യഥാർത്ഥ ശരീരത്തും പിന്നെ യഥാർത്ഥ ശരീരത്തിനെ സംബന്ധിച്ചുള്ള ബോധം നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ടാക്കി കൊടുക്കാനുള്ള പണി. ഇങ്ങനെയുള്ള പണികളൊക്കെ ഇത് ക്രിയാത്മകമായിട്ട് ഇതിനെ തരണം ചെയ്യാൻ നമ്മൾ ചെയ്യണം. അതല്ലാതെ പിന്നെ നമ്മൾ അനുവദിക്കുക എന്നുള്ള പണിയെടുത്തിട്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ കാലം അങ്ങനെയായിരിക്കും. നീ കമ്പയർ ചെയ്ത് മനസ്സിലാക്കും വേണം, ബാക്കിയുള്ളവർക്ക് കമ്പയർ ചെയ്ത് മനസ്സിലായിപ്പോൾ. ഇനി ഇസ്ലാമിക ശരീരത്ത് ഏകസ്വരിക്കൂട് കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പോൾ മനുസ്മൃതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മുടെ ഹിന്ദു ഫാസിസ്റ്റുകളും അതുപോലെ തന്നെ ഇവിടുത്തെ പിന്നെ RSS തുടങ്ങിയിട്ടുള്ള സംഘടനകളൊക്കെ അവർക്ക് തന്നെ പ്രത്യയശാസ്ത്രം സ്വീകരിക്കുന്നതും അവരെ ഫിഗർ എന്താ ശരിക്കും മനുസ്മൃതിയാണ്, അവരെ കർമ്മശാസ്ത്രം അതാ മനുസ്മൃതി. നമ്മളെ ഫിഗുകാരുടെ സാധനമുള്ളത് ഈ മനുസ്മൃതിയിൽ എന്താ മനുഷ്യനെ സംബന്ധിച്ച് പെണ്ണിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മളെ പ്രധാനമന്ത്രി തന്നെ മുസ്ലിം സമുദായത്തിലെ പെണ്ണുങ്ങളുടെ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് അയാളുടെ സ്ഥിതി എന്താ? അയാളുടെ പെണ്ണിനെ കെട്ടിക്കാണ്ട് എന്തേ കാട്ടി? അയാൾ പെണ്ണുണ്ടായിരുന്നല്ലോ, ആ പെണ്ണിനെ കെട്ടിയിട്ട് അയാളെന്തേ കാട്ടി? ഇപ്പോൾ പെണ്ണില്ല. എന്നിട്ട് മുമ്പേ വലിയ അഭിമാനമായിട്ട് പറയാം. എന്താ പറയുന്നത്? മേനെ ദേശീയ പരിമാറിച്ചോടാം, ഞാൻ രാഷ്ട്രത്തിന് വേണ്ടി എൻ്റെ പിന്നെ കുടുംബം ത്യജിച്ചാണ്. രാഷ്ട്രത്തിന് വേണ്ടി കുടുംബം ത്യജിച്ചു, രാജ്യസ്നേഹം കൊണ്ട് കുടുംബം ത്യജിച്ചു, രാജ്യസ്നേഹം കൊണ്ട് കുടുംബം ത്യജിക്കണം. അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ അത്ര രാജ്യസ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഉണ്ടാവുകയാണ്. അദ്ദേഹത്തിന് അത്ര സ്നേഹം അദ്ദേഹത്തിന് അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇത്തരം കിട്ടുമോ? സകല കള്ളപ്പണക്കാരെയും വരയിൽ നിർത്താൻ പറ്റുന്ന സകലമാറ്റേരി ബാങ്കിന്റെ മുമ്പിൽ അണിനിരത്താൻ പറ്റുന്ന എന്തൊരു ശക്തിയാണ്, ഇത്ര ശക്തനായ ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ അച്ഛന്. അപ്പൊ രാജ്യസ്നേഹം ഉണ്ട് എന്നാണ് കുടുംബം ഒഴിവാക്കല. കുടുംബം പലരും ഒഴിവാക്കുന്നുണ്ടാവും, ചിലർ കുടുംബം ഉണ്ടാക്കുന്നുണ്ടാവില്ല. അതിന് കാരണങ്ങളുണ്ടാവും, ചിലപ്പോൾ കാരണങ്ങളുണ്ടാവില്ല, ചിലപ്പോൾ ചിലർക്ക് പിന്നെ കിട്ടിയത് പറ്റിയത് കിട്ടിയിട്ടുണ്ടാവില്ല, പല കാരണങ്ങളുണ്ടാവാം. പക്ഷെ കുടുംബം ഇല്ലാതാകാനുള്ളത് അഭിമാനമായിട്ട് രാജ്യസ്നേഹം കൊണ്ട് അതൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ രാമന് രാജ്യസ്നേഹം ഉണ്ടായിരുന്നില്ലേ? രാമന് സീത ഉണ്ടായിരുന്നില്ലേ? രാജ്യസ്നേഹം ഉണ്ടായിരുന്നു രാമന്. പിന്നെ കൃഷ്ണന് രാധയും എത്ര ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ നോക്കുകയാണെങ്കിൽ രാജ്യസ്നേഹം ഉണ്ടായിരുന്നു. രാജ്യസ്നേഹം അത് തെറ്റ് കൂട്ടി കേൾപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നിട്ട് അദ്ദേഹം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹം കുടുംബത്തെ മുസ്ലിം സ്ത്രീകളുടെ കണ്ണീരൊപ്പം നിൽക്കുന്ന ആൾ സ്വന്തം കെട്ടിയ പെണ്ണിനെ തന്നെ എന്തേ കാട്ടി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഇതിന് ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അത് നമ്മൾ ക്രിയാത്മകമായി അതിനെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് അതിനെ മറികടക്കാം. അപ്പൊ ഇത് നിശ്ചയിച്ചിരിക്കുന്ന ബൽബീർ സിംഗ് അദ്ദേഹത്തിന്റെ മുമ്പത്തെ സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജാണ് അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ നിയമസമിതി ഗവൺമെന്റ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇയാൾക്കെന്നെ നന്നായിട്ടൊന്ന് കത്തെഴുതിക്കാണ്ട് അല്ലെങ്കിൽ നന്നായിട്ട് പോയി കണ്ടുകാണ്ട് ഇത് അപ്രായോഗികമാണ്. ഇന്ത്യ രാജ്യത്തെ ഏക സിവിൽ കോഡ് കൊണ്ടുവരാനുള്ളത് അപ്രായോഗികമാണെന്ന് നിൽക്കുക. നമ്മൾ ഇത് പ്രയോഗിക്കാൻ പറ്റാത്തതാണ്. അതിനുള്ള അപ്രായോഗികമായ സംഗതികൾ പോയിന്റുകൾ നേരിട്ടിട്ട് ബൽബീർ സിംഗ് അടക്കമുള്ളവർക്ക് ഏതാരപ്പം നമുക്കൊക്കെ അല്ലേ? അദ്ദേഹത്തിനൊക്കെ എഴുതാലോ. ഇത് പരിശോധിക്കാൻ വേണ്ടി വരുന്ന ആളാണ് അദ്ദേഹത്തിന് പ്രധാനമന്ത്രി. ഇത് പ്രായോഗികമല്ല പറഞ്ഞാല് അവനടിമ തൊട്ട് ഇതുമ്പോ തൊട്ട് കളിക്കുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയല്ലേ? ഇനി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇത് നടപ്പിലാക്കൽ അപ്രായോഗികല്ലേ? വൈദികം ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊണ്ടുവരാൻ? മനുസ്മൃതി കൊണ്ടുവരാൻ പറ്റും. മനുസ്മൃതി പറയുന്നത് ബ്രാഹ്മണനെ ഏത് വേണ്ടിയും കേട്ടാം, ബ്രാഹ്മണനെ പിന്നെ കൃത്യല്ല ഏത് വേണ്ടിയും എടുത്തും ചെല്ലാം, ആ ബ്രാഹ്മണനെ ഏത് വേണ്ടിയും എടുത്തും വേണിച്ചല്ല. എന്നിട്ട് പിന്നെ നമ്മുടെ പിന്നെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പറ്റി നമ്മുടെ IVCC സിനിമയാക്കിയിട്ടുണ്ടല്ലോ. 921 സിനിമയിൽ അതൊരു ചരിത്ര പ്രാധാന്യങ്ങളായതുകൊണ്ട് ഞാൻ കണ്ടിരുന്നത്. അപ്പൊ ആ സിനിമയില് പിന്നെ സിനിമകളിൽ പോയിട്ട് കണ്ടതല്ല, ഞാൻ കാസറ്റ് വെച്ച് കണ്ടത്. അപ്പൊ അതുകൊണ്ട് അതില് അത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ ഒരു രംഗമുണ്ട്. എന്താ വെച്ചാൽ ഒരു പിന്നെ നിലമ്പൂർ കോവിലകം കലാപകാരികൾ പിടിച്ചിറക്കിയിട്ട് അതിൻ്റെ ഒരു പശ്ചാത്തലമാണ്. അപ്പൊ ആ പശ്ചാത്തലത്തിൽ ഒരു ഹരിജൻ പെണ്ണ് ഇങ്ങനെ പോകുന്നു. പോണ സമയത്ത് അത്യാവശ്യം കാണാൻ ചേരക്കുള്ള ഒരു പെണ്ണാണ്. ആ നമ്പൂരി ഇങ്ങനെ നോക്കിയിട്ട് പറയാം, എന്താ ചെയ്യാൻ, നമുക്കൊന്നും അനുഭവിക്കാനുള്ള യോഗമില്ലാണ്ടായി, ആരെടുത്തും ചെല്ലയില്ലേ? അതാ മനുസ്മൃതി എങ്ങനെ പറയുന്നത്? ബ്രാഹ്മണനെ ഏത് പെണ്ണിനെ എടുത്തു വിചാരം ശുദ്രനെങ്ങാനും ബ്രാഹ്മണ സ്ത്രീയെ തൊട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ ലിംഗം മുറിക്കണം. ഇതേപോലെ ഇങ്ങനെ പിന്നെ പെണ്ണിനെ സ്വാതന്ത്ര്യം തന്നെ വേണ്ട നമ്മളോട് എല്ലാവരും ഉദ്ദേശിക്കില്ലേ? സാധാരണ പിന്നെ പിതാരക്ഷരി കൗമാരെ, പിന്നെ ഭർത്താരക്ഷരി യൗവനെ,
പുത്രോ രക്ഷതി വാർദ്ധക്യ ഇന്ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹരി. ചെറുപ്പത്തിൽ നോക്കാൻ അച്ഛനുണ്ട്, പിന്നെ യുവത്വത്തിൽ നോക്കാൻ ഭർത്താവുണ്ട്, വാർദ്ധക്യത്തിൽ നോക്കാൻ പിന്നെ മക്കളുണ്ടാവും, പിന്നെ പെണ്ണിനെന്തിനാ സ്വാതന്ത്ര്യം. അപ്പോൾ പെണ്ണിന് സ്വാതന്ത്ര്യം തന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കണം. മനുസ്മൃതി അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ നിയമങ്ങൾ കൊണ്ടുവന്ന് അതിന്റെ അടിസ്ഥാനത്തിലുള്ള കോഡ് കൊണ്ടുവന്നാൽ എല്ലാവർക്കും ബാധകം വെക്കാൻ പറ്റും. അപ്പോൾ മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സിവിൽ കോഡ് കൊണ്ടുവരുന്നത്? ഇനി വ്യത്യാസങ്ങൾ ഇവിടുത്തെ എത്ര മതങ്ങൾ എത്ര ജാതികളൊക്കെ വ്യത്യാസം. ഇവരൊക്കെ പാടെ തൃപ്തിപ്പെടുത്തിയോട് എങ്ങനെ ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ പറ്റും? ഇതിന്റെ അപ്രായോഗികത, ഈ അപ്രായോഗികതയാണ് ശരിക്ക് ഗവൺമെന്റിന് അധികാരികളൊക്കെ നമ്മൾ ശരിക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അതിന് പിന്നെ അതേപോലെ തന്നെ ഇപ്പോ നോക്കി ഹിന്ദു മതത്തിലുണ്ടായ നേരത്തെ സ്ഥിതി എന്താ? മനുസ്മൃതിക്ക് അടിസ്ഥാനത്തിൽ വിവാഹമോചനം തന്നെ പാടണ്ടേ? കെട്ടിയ പിന്നെ ശരിക്കും മോചനം എന്ന് പറഞ്ഞാൽ വാക്കേണ്ട ഒരു നല്ല വാക്കാണ്. ഈ മോചനം എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇടങ്കേർന്ന് കഴിച്ചിലാകാനുള്ള ഈ മോചനം അല്ലേ? മോചനം എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ എന്തോ ഒരു ഇടങ്കേറുണ്ടാവും. ആ ഇടങ്കേറിന് രക്ഷപ്പെടണം. അതെന്താ വെച്ചാൽ ഭാര്യ ഭർത്താവ് അതിൽ ഒത്തുകൂടില്ല. ആദ്യം തന്നെ പരിശുദ്ധ ഖുർആൻ ശരിക്കും നിർദ്ദേശിക്കാണ്ട് പരിശുദ്ധ ഖുർആന്റെ ഓർഡർ അനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതന്നെ എത്ര വ്യക്തവും നമ്മൾ നന്നായിട്ട് പറഞ്ഞു കൊടുത്ത് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. BJP-ക്കാർക്ക് എപ്പോഴും മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലാവുണ്ടാന്ന് വിചാരിച്ചിരിക്കുന്നവരാരും മനസ്സിലാക്കുക. അല്ലെങ്കിൽ മനസ്സിലാവും. ഇപ്പൊ മൊത്തത്തിൽ ആൾക്കാരുടെ ഇടയിൽ എന്താ വെച്ചാൽ മുത്തലാക്ക് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട സംഗതി ഏറ്റവും തോന്നുന്നതാണ്. പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ അത്യാവശ്യം വർത്താനം പറയാൻ വയ്ക്കുന്ന ആൾക്കാർ കുറെ ഉണ്ടല്ലോ മുസ്ലിങ്ങളെ കൂടുതൽ. ഒരു നന്നായിട്ട് പറയും ചെയ്യും. വലിയ പോലും ദസ്മായിലെ പൗലിയും ഊരാലും മുനാഫിങ്ങളെ പറ്റി പറഞ്ഞാൽ ഒരു പറഞ്ഞ ശ്രദ്ധിക്കും, നല്ല ആചാരയോടുകൂടി പറയാൻ വയ്ക്കുന്ന കാരണം. അപ്പോൾ ഒരു മുത്തലാഖിനെ തന്നെ ഇങ്ങനെ പ്രസംഗിച്ചാൽ അങ്ങനെ കൂട്ടക്കാരോ അതുണ്ടാവും, നമ്മുടെ സമുദായത്തിൽ നിന്നുള്ളവരുണ്ടാവും. അതുകൊണ്ട് എന്താന്ന് തിരിയില്ല ആൾക്കാർ. അതുപോലെ പല സംഗതികൾക്കും മുമ്പ് MC ജോസഫ് ഇതിൽ വരുന്ന ഈ ചർച്ച വരുമ്പോൾ ഇടയ്ക്ക് വരുന്ന മറ്റൊരു വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പിന്നെ ബഹുഭാര്യത്വം. 11 ഭാര്യമാരുണ്ടായി റസൂലിന്. യഥാർത്ഥത്തിൽ മുമ്പ് MC ജോസഫ് പറഞ്ഞ യുക്തിവാദികളുടെ പ്രസിദ്ധീകരണത്തിന്റെ എഡിറ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ MC ജോസഫ്. അദ്ദേഹം വെച്ചു അഖിലേന്ത്യാ നേതാവ് യുക്തിവാദിന്റെ. അദ്ദേഹം ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ പ്രവാചകൻ ശ്രീലമ്പടനാണ് ഇത് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ പേരൊക്കെ എടുത്ത് പറഞ്ഞാൽ പിന്നെ ശ്രീലമ്പടനാണെന്ന് പറഞ്ഞാണ് ലേഖനം എഴുതി. ആ ലേഖനം വായിച്ച കേരളത്തിലത്തെ ഒരാൾ അതിന് നന്നായിട്ടൊരു മറുപടി, പിന്നെ അത് എല്ലാ വസ്തുതകളും വിശദീകരിച്ചുകൊണ്ട് മറുപടി ചെയ്ത സമയത്ത് പിന്നത്തെ യുക്തിവാദി പത്രത്തിന്റെ വാരികയിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞു. മുഹമ്മദ് നബിയെ സംബന്ധിച്ച് ഇങ്ങനത്തെ ആരോപണം നേരിടാൻ വേണ്ടിയിരിക്കില്ല, കാരണം എനിക്ക് കാര്യം മനസ്സിലാക്കുന്നു. ഇത് യുക്തിവാദി നേതാവാണ്. അദ്ദേഹം റസൂലുള്ളാഹിക്ക് എഴുതിയ ലേഖനം അടുത്ത ലക്കത്തിൽ പിൻവലിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ മനസ്സിലായി കൊടുക്കാൻ പറഞ്ഞ ഒരാളെ എഴുതിയിട്ടുണ്ട്. അല്ല, ഇതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് പറയുന്ന സമയത്ത് ഒരാളെ എഴുതിയിട്ടുണ്ട്. ഈ മുഹമ്മദ് നബിക്ക് എന്ത് പാവം മുഹമ്മദ് നബി ഒരു ഇട്ടുകാരനെ എഴുതിയിട്ടുണ്ടായി. മുഹമ്മദ് നബി പാവം. അദ്ദേഹം നല്ല പ്രായത്തിൽ ഒരു 25 വയസ്സുള്ള സമയത്ത് കെട്ടിയത് നോക്കുമ്പോൾ 50 ശതമാനം വയസ്സായിരുന്നു തള്ളാൻ. പിന്നെ ആ ഒരു കന്യക എന്ന് പറഞ്ഞാൽ കെട്ടിയത് ഏതാണെന്ന് വെച്ചാൽ അത് ഒരു 6 വയസ്സുള്ള ഒരു കുട്ടീനെ. 6 വയസ്സാണ് ഇപ്പോൾ ഇസ്ലാമിക ഡേറ്റ് ഓഫ് ബർത്ത് വിധിക്കുന്നത്. വായിച്ചോലില്ല. ആയിഷ ബീവിന്റെ ഡേറ്റ് ഓഫ് ബർത്തും ആയിഷ ബീവിന്റെ പിന്നെ കല്യാണത്തിന്റെ തീയതിയൊക്കെ തിരിക്കണേ. നമ്മൾ വന്നിരുന്ന പേപ്പറല്ലേ എന്താ 18 വയസ്സുണ്ടായിരുന്നേ. കെട്ടുന്ന സമയത്ത് ആയിഷ ബീവി 18 മാനക്കേടുകൊണ്ടേ സാംസ്കാരിക നായകന്മാരെ ഇടയിലൊക്കെ നിന്നാണ് എങ്ങനെ ഇപ്പൊ റസൂൽ ശൈശവ വിവാഹത്തിന്റെ ആളാന്ന് പറയില്ലേ. അപ്പൊ നമ്മളെന്താ ചെയ്യണത്? നാട് ഇറ്റണത് ഇറ്റ എന്തൊരു ക്രൈമാണിത്. പാസ്പോർട്ടിലാണ് ഇന്റർനാഷണൽ ക്രൈം അല്ലേ? ഭയങ്കര കുറ്റല്ലേ ചെയ്യണത്. സഹീഹ് മുസ്ലിം വളരെ നിങ്ങൾക്ക് പഠിച്ചാലേ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പോയി ബിന്ദു അതിന്റെ അപ്പുറത്ത് പിന്നെ റസൂലിന്റെ അടുത്തേക്ക് വീട്ടിൽ കൂടാൻ വേണ്ടി കൊണ്ടുപോണത് പിന്നെ ബിന്ദു 7 വയസ്സുള്ള സമയത്ത് 9 വയസ്സുള്ള സമയത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റസൂൽ മരിക്കുന്ന സമയത്ത് ആയിഷ ബീവിക്ക് 18 വയസ്സ്. വളരെ കൃത്യമായിട്ട് സഹീഹ് മുസ്ലിമിന്റെ ഒക്കെ പറഞ്ഞിട്ടില്ലേ. എന്നിട്ട് പുതിയ പോണ റസൂലിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോണ സമയത്ത് കളിപ്പാട്ടല്ല പോയിരുന്ന് നടക്കാൻ പറയുന്നത്. കളിപ്പാട്ടം കൊണ്ട് 18 വയസ്സിൽ പുൽപ്പുളി അല്ലേ, പുൽപ്പുളി കൈ പിടിച്ചാണ്ട് പാവയും കൈ പിടിച്ചാണ്ട് കൈയൊക്കെ പോവോ. എന്നിട്ട് തിരിച്ചിരിക്കണേ ഏതായാലും പറയാനുള്ള മാനക്കേടൂടെ കാലം. അപ്പൊ എന്തായാലും ഇത്തരം സംഗതികൾ നമ്മൾ വിശദീകരിച്ച് ജനങ്ങളെ, നമ്മുടെ സമുദായത്തെ, നമ്മുടെ ഓരോ മഹല്ലുകളിലും വസിക്കുന്നവരെ ബോധ്യപ്പെടുത്തുമ്പോൾ ആദ്യം നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉമ്മത്തിനെ. അങ്ങനെ വരുന്ന സമയത്തെ ഇതിന് അനുകൂലമായ അഭിപ്രായം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിട്ട് ഒരുപാട് സംഗതികൾ നമ്മൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. സൈദ്ധാന്തികമായിട്ടുള്ള കാര്യങ്ങൾ പലതും പ്രായോഗികമായിട്ട് വരുമ്പോഴാണ് നമ്മുടെ സമുദായത്തിലും അങ്ങനെ തന്നെ അല്ലെ. സമുദായത്തില് ഇത് പ്രയോഗിക്കുമ്പോൾ പലപ്പോഴും സമുദായമാണല്ലോ ഇപ്പോൾ പ്രയോഗിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടാവും, കിതാബിലൊക്കെ ഉണ്ടാവും ചെയ്യും. പിന്നെ ഇത് കൈകാര്യം ചെയ്ത സമുദായമാണ്.
ആൾക്കാർ കൈകാര്യം ചെയ്യുമ്പോൾ ഒരുപാട് തെറ്റുകളും അബദ്ധങ്ങളും തെറ്റിദ്ധാരണകളും ഏതുകളൊക്കെ വരുന്നുണ്ടാവും, വിവരക്കേടുണ്ടാവും, അവരുടെ ബലഹീനതകളുണ്ടാവും. അങ്ങനെ ഇപ്പൊ അതുകൊണ്ട് സമൂഹത്തിന്റെ സമുദായത്തിന്റെ ഒരു പിന്നെ സംസ്കരണം, അതേപോലെ തന്നെ വിദ്യാഭ്യാസവൽക്കരണം, എഡ്യൂക്കേഷൻ, ഇത്തരം സംഗതികളിൽ ശ്രദ്ധയൂന്നുക ഒരു വശത്ത്. മറുവശത്ത് ഇതിന്റെ ന്യായാന്യതകളെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സമുദായത്തിന്റെ നേതൃത്വം വെറും യാഥാർത്ഥ്യ കുടികുത്തിരിക്കുന്നതിന് പകരം പിന്നെ ഇത്തരം പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അധികാരികളുടെ അടുത്തേക്ക് ഇത് എത്തിച്ചു കൊടുക്കാം. ഇതിന്റെ ന്യായങ്ങളും അന്യായങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഇതൊന്നും അറിയില്ല, പലർക്കും അറിയില്ല. മറ്റത് അറിഞ്ഞാലും ചെയ്യണവരുണ്ടാവും, അവർക്കൊന്നും ഞാൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നാട്ടിൽ അഭിപ്രായം സ്വരൂപിക്കുന്ന സമയത്ത് ഇതൊക്കെ മനസ്സിലാക്കുന്നവരല്ല പല ആൾക്കാരും. അവർ പ്രത്യക്ഷ നമ്മൾ തന്നെ ആലോചിച്ചാണ് മറ്റൊരാൾ ഇപ്പൊ ശ്രീകൃഷ്ണന് അല്ലെങ്കിൽ ഇപ്പം യാക്കൂബ് നബി അലൈഹി സ്വലാം 4 ഭാര്യമാരുണ്ടായിട്ട് അല്ലെ, പിന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാം 4 ഭാര്യമാരും, അപ്പുറത്ത് പിന്നെ ദാവൂദ് നബി അലൈഹി സ്വലാമിന് പിന്നെ അതുപോലത്തെ എത്ര 700 എന്നൊക്കെ പറയും, അല്ല സുലൈമാൻ അലൈഹി ഇസ്ലാമിന് 700 എന്നൊക്കെ പറയും. അപ്പൊ കിതാബിൽ അങ്ങനെ അവിടെ ഇങ്ങനെ എഴുതി കാണുന്നു. എന്തായാലും ബൈബിളിലും മറ്റൊക്കെ പറയണം അങ്ങനെ തന്നെ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊന്നും മോശപ്പെടുത്തും, ഇതൊന്നും മോശം തരാതെ പിന്നെ റസൂലുള്ളാഹിയുടെ അടുത്ത് എത്തുമ്പോൾ 11 റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ എത്രയോ ഉള്ളത് ലിമിറ്റ് ചെയ്ത് അന്നത്തെ സൊസൈറ്റിയിലെ ഏതൊരു സൊസൈറ്റിയിലെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴും കഴിഞ്ഞ ഏതെങ്കിലും ഒരു സൊസൈറ്റിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റൂലല്ലോ. നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ എങ്ങനെയാണെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ പലതിനെ നമ്മൾ വിലയിരുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെ നിങ്ങൾ പണ്ഡിതന്മാരൊക്കെ കൂടിയിട്ടുണ്ട് ഒരു സദസ്സായതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണ മാതിരി, ആൾക്കാർക്ക് മനസ്സിലാക്കണ മാതിരി നല്ല ഭാഷയിൽ എഴുതിയിട്ട് അതുപോലെ തന്നെ പ്രസംഗിച്ചിട്ട് സംസാരിച്ചിട്ട് മഹല്ലുകളിൽ ബോധവൽക്കരണം നടത്തിയിട്ട് ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമ വിഭാഗത്തെ നമ്മൾ ചെയ്യണം. അതോടൊപ്പം തന്നെ അധികാരികളുടെ ശ്രദ്ധയിൽ ഇതിന്റെ അപ്രായോഗികത തെളിയിക്കാൻ വേണ്ടിയിട്ട്, കാരണം അത്രമാത്രം ശക്തമായ ഒരു ഭരണകൂടം BJP ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ കാര്യങ്ങൾ കാണുന്നത്. നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതിനെ പറ്റി വെറും വാചാലതകളുകൊണ്ട് വാചകമടി കൊണ്ട് സംഗതി ഒന്നും നടക്കുകയല്ലോ. അതുകൊണ്ട് വല്ലാതെ കാട്ടിക്കൂടലൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മളെ ഉമ്മത്ത് യാഥാർത്ഥ്യബോധത്തിലേക്ക് ചെയ്യാം. ഇത്രയൊക്കെയാണ് ഈ വിഷയകമായി എനിക്ക് പറയാനുള്ളത്. ഇനി ഉസ്താദ് നജീബ് പ്രസംഗം തുറക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അടുത്ത് തന്നെ ഉണ്ടാവും തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.